ഇനി നമുക്ക് മെക്കാനിസം ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ പറയാം. അപ്പോൾ മെക്കാനിസം ഓഫ് ടൈപ്പ് 1 ആണെങ്കിൽ നമുക്ക് രണ്ട് ഫേസിൽ കൂടാണ് അത് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റൈസേഷൻ ഫേസ്, രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ എഫക്റ്റർ ഫേസ്. അപ്പോൾ ഈ സെൻസിറ്റൈസേഷൻ ഫേസും എഫക്റ്റർ ഫേസും തമ്മിലൊരു 2 to 3 വീക്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ സെൻസിറ്റൈസേഷൻ ഫേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യമായിട്ട് ഒരു ആൻറ്റിജൻ നമ്മൾ ഹോസ്റ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റിന് എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാകുന്നു അതാണ് സെൻസിറ്റൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്. പിന്നെ എഫക്റ്റർ ഫേസ് എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി, അതായത് സെക്കൻഡ് ടൈം എക്സ്പോഷർ ഉണ്ടാകുമ്പോഴുള്ളതാണ് എഫക്റ്റർ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻസിറ്റൈസേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പേരുണ്ട്, പ്രൈമിംഗ് ഡോസ്. അപ്പോൾ ഈ പ്രൈമിംഗ് എന്നൊക്കെ ഉള്ള വേർഡിൻ്റെ അർത്ഥം എന്താ? ആദ്യത്തെ എന്നാണ് അർത്ഥം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രൈമിംഗ് ഡോസ് അല്ലെങ്കിൽ സെൻസിറ്റൈസേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം ഒരു ആൻറ്റിജൻ അല്ലെങ്കിൽ അലർജൻ വരുമ്പോൾ ഉണ്ടാകുന്ന മെക്കാനിസമാണ് പ്രൈമിംഗ് ഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മെക്കാനിസം എങ്ങനെ നോക്കാം. ഇപ്പോൾ ഒരു ആൻറ്റിജൻ വരിക. ഇപ്പോൾ ആൻറ്റിജൻ എന്തൊക്കെയാവാം? ആൻറ്റിജൻ ഇപ്പോൾ ഫുഡ് പാർട്ടിക്കിൾസ് ആവാം, പോളൻ ഗ്രെയിൻസ് ആവാം, പിന്നെ അതുപോലെ ഇപ്പം ഹണി ബി ഒക്കെ കുത്തുമ്പം അതിൻ്റെ വിഷമാവാം. അതിനെ നമുക്ക് ആൻറ്റിജൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഔട്ട്സൈഡ് ബോഡി നമുക്ക് എന്താണോ ഹാം ആവുന്നത് അതിനെല്ലാം നമ്മൾ ആൻറ്റിജൻ എന്ന് പറയാം. അപ്പം ഈ ആൻറ്റിജൻ വരുമ്പം അത് ബ്ലഡിൽ കൂടെ കലരുവാണെങ്കിലായിരിക്കും അത് ഭയങ്കര എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളത് കഴിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളത് നമ്മൾ ശ്വാസം വലിച്ചെടുക്കുകയാണെങ്കിലോ, അതായത് നമ്മൾ ഇൻഹലേഷൻ ചെയ്യുവാണെങ്കിലൊക്കെ അതിൻ്റെ എഫക്റ്റ് കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ അതിൻ്റെ എഫക്റ്റ് വരുന്നത് ബ്ലഡിൽ കൂടെ കലരുമ്പോഴായിരിക്കും. അപ്പോൾ ഒരു ആൻറ്റിജൻ ഇങ്ങനെ വരിക. അപ്പോൾ ആൻറ്റിജൻ വരുമ്പം ഇതാണ് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽ. ഈ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെല്ല് ഇതിനെ, അതായത് ഈ ആൻറ്റിജനുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഇത് ആൻറ്റിജൻ. അപ്പോൾ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെല്ല് വന്നിട്ട് ആൻറ്റിജനുമായിട്ട് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്തിട്ട് ഇത് എന്തെന്ന് വെച്ചാൽ ഈ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽ, അപ്പോൾ ആ വേർഡിൽ തന്നെ ഉണ്ട് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽ, ആൻറ്റിജനെ പ്രസൻറ്റ് ചെയ്യുന്ന സെൽ. ഇത് വന്നിട്ട് ഈ ആൻറ്റിജനെ എന്ത് ചെയ്യുന്ന അറിയാമോ? CD4 സെൽസിന് കൊടുക്കും. അപ്പോൾ CD4 സെൽസാണിത്. CD4 സെൽസിന് ഈ ആൻറ്റിജനെ കൊടുക്കും. ഈ ആൻറ്റിജനെ കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഈ CD4 സെൽസ് ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു TH2 സെൽ, അല്ലെ ഹെൽപ്പർ സെൽസ് ഉണ്ടാവും. ഹെൽപ്പർ സെൽസ് T2 ഹെൽപ്പർ സെൽസ് ഉണ്ടാവും. അപ്പോൾ ആൻറ്റിജൻ വന്നു, അതിനെ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽ, ആൻറ്റിജൻ പ്രസൻറ്റ് ചെയ്യുന്ന സെല്ല് വന്നിട്ട് CD4ന് കൊടുക്കും. ഈ CD4 ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു TH2 സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും.